സോളാർ പാനൽ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോളാർ സ്ഥാപിച്ച എല്ലാവർക്കും ആകെയുള്ള ഒരു പ്രയാസം എങ്ങനെയാണ് ഈ സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പണിയാണിത്. നോർമൽ ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയും. സ്ലോപ്പിംഗ് റൂഫോ അല്ലെങ്കിൽ ഷീറ്റിന് മുകളിലൊക്കെ ആണെങ്കിൽ പോലും സോളാർ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള റാമും കൂടെ സാധാരണ ഫിറ്റ് ചെയ്യാറുണ്ട്. വെയിലില്ലാത്ത സമയത്താണ് സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിരാവിലെ അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് ഇതിന് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ സോളാർ പാനൽ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഇതിലേക്കുള്ള പവർ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. തീരെ വെയിലില്ലാത്തപ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ KCBയുടെ മീറ്ററിനോട് ചേർന്നാണ് ഈ സോളാറിൻ്റെ ഇൻവെർട്ടർ സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് രണ്ട് ബോക്സിലായിട്ടാണ് ഈ AC സ്വിച്ചും DC സ്വിച്ചും എന്ന് പറഞ്ഞ് രണ്ട് ചെറിയ ബോക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കഴുകുന്നതിന് മുമ്പേ ആദ്യം AC സ്വിച്ചാണ് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം DC സ്വിച്ചും ഓഫ് ചെയ്യുക. കഴുകുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഓണാക്കേണ്ടത് DC സ്വിച്ചാണ്. അതിനുശേഷമേ AC സ്വിച്ച് ഓണാക്കാൻ പാടുള്ളൂ. കൂടുതൽ വെയിലുള്ള സമയത്ത് ഒരിക്കലും പാനൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് പാനൽ നല്ല ചൂടായി കിടക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം അതിലേക്കെടുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് പാനലിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഒരിക്കലും പാനൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ ഗാർഡൻ ഓസ്, നമുക്ക് വീട്ടിൽ ചെടിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതിലേക്ക് സ്പ്രേ ചെയ്യാം, അത് പ്രശ്നമില്ല. അതുപോലെ സോപ്പ്, ഷാമ്പു, അതുപോലെ സോപ്പ് പൊടി തുടങ്ങിയ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഷാമ്പൂവിലൊക്കെ ആകുമ്പോൾ ഓയിലിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് എത്ര കഴുകിയാലും അത് ഒരു ചെറിയ കോട്ടിങ് പോലെ പാനലിൻ്റെ പുറത്ത് ഇങ്ങനെ കാണും. അപ്പോൾ അത് കാരണം പൊടിയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് മാക്സിമം ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡൈല്യൂട്ടാക്കി, അതിന് പരമാവധി ഡൈല്യൂട്ടാക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ധാരാളം വെള്ളം ഒഴിച്ച് അതിൻ്റെ സോപ്പിൻ്റെ അംശമെല്ലാം പോകുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് കഴുകി വൃത്തിയാക്കുക. നമ്മുടെ വീട്ടിൽ തറയൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മോപ്പ് ഉപയോഗിച്ചാണ് പാനൽ ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അതുപോലെ അതിനകത്ത് മണ്ണ്, ചെളി പോലുള്ള ഒരിക്കലും മോപ്പിൽ ഉണ്ടാവാൻ പാടില്ല. പാനലിൽ സ്ക്രാച്ച് വരാൻ ഇത് കാരണമാകും. അതുപോലെ ഈ പാനലിൻ്റെ മുകളിലൊന്നും അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിക്കരുത്. പാനലിലൊന്നും കയറി ചവിട്ടാതെ വേണം. നമുക്ക് താഴെ നിന്ന് ഈ ഫ്ലാറ്റ് റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റൂളോ അല്ലെങ്കിൽ ഡെസ്കോ ഏതെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ കഴിയും. തടിയുടെ പിടിയുള്ള മോപ്പാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. ഡ്രസ്സൊക്കെ കഴുകുന്ന രീതിയിലുള്ള കട്ടിയുള്ള ബ്രഷോ ചകിരിയോ ഒന്നും ഉപയോഗിച്ച് ഇത് പാനൽ തുടയ്ക്കാൻ പാടില്ല. നമ്മൾ ടവൽ ഉപയോഗിച്ച് തുടയ്ക്കാം. നല്ല വെള്ളവും ഉപയോഗിച്ച് 2-3 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള ബേസിക്കായിട്ടുള്ള കാര്യം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാനലൊന്ന് കയറി ചെക്ക് ചെയ്യുക. ഈ മരത്തിൻ്റെയൊക്കെ ഇലയൊക്കെ ചിലപ്പോൾ പറന്ന് വന്ന് പാനലിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷനൊക്കെ കുറയും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം DC സ്വിച്ചാണ് ഓണാക്കേണ്ടത്. അത് കഴിഞ്ഞ് AC സ്വിച്ച് ഓണാക്കുക.